ദുരിതങ്ങളാണ്, ദുരന്തങ്ങളാണ് ഒരാളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക എന്ന് അത് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. ആ തെറ്റ് ചെയ്യുന്ന സന്ദർഭത്തിൽ അയാൾ അറിയുന്നില്ല ഈ തെറ്റിന്റെ പിന്നാലെ ഇനി എന്തൊക്കെ വരാനുണ്ട് എന്ന്. യാ സാഹിബദ്ദം, അല്ലയോ തെറ്റ് ചെയ്യുന്നവനെ, ലാ തഖ്മനന്ന മിൻ സൂഇ ആഖിബതിഹി, ആ തെറ്റിന്റെ ആഖിബത്തിൽ നീ എന്ത് ചെയ്യരുത്, നീ നിർഭയനായിരിക്കരുത്. വലമ്മാ യത്ബഉ ദംബ അഅളമു മിനദ്ദംബി ഇദാ അലിംതഹു, ആ തെറ്റെങ്ങാനും ആ തെറ്റിനെ തുടർന്ന് വരുന്ന അനന്തരഫലങ്ങളുടെ ഗൗരവം നീ അറിയണം. അത് ആ തെറ്റിനേക്കാൾ ഗുരുതരമായിരിക്കുന്നതാണ്. നമ്മൾ ചിലപ്പം ഒരു ചെറിയ തെറ്റേ ചെയ്തിട്ടുണ്ടാവുള്ളൂ, ചെറിയ ഹറാമേ പ്രവർത്തിച്ചിട്ടുണ്ടാവുള്ളൂ. അത് കാരണം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേർന്ന ദുരന്തങ്ങൾ, നമ്മുടെ കുടുംബം ചിലപ്പം തകരും, നമ്മുടെ ബിസിനസ് പൊളിയും, അങ്ങനെ വളരെ വലിയ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ എന്ത് ചെയ്യും, നമ്മുടെ കരിയർ ചിലപ്പോൾ നശിച്ചു പോകും. അതിനേക്കാൾ വലിയ അനന്തരഫലങ്ങൾ ആ തെറ്റിന്റെ പിറകെ വരുന്നതാണ്. അപ്പോ അത് നീ അറിഞ്ഞിരുന്നെങ്കിൽ അത് ചെയ്യൂല. കാരണം നമുക്ക് നേരത്തെ അറിയാമായിരുന്നെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ആ തെറ്റ് ചെയ്യുമായിരുന്നില്ല. അതുകൊണ്ട് തെറ്റിനെ പറ്റി എന്ത് ചെയ്യരുത്, നിങ്ങൾ നിർഭയരായിരിക്കരുത്. കാരണം അതിനേക്കാൾ വലിയ അനന്തരഫലങ്ങൾ ആ തെറ്റിന്റെ പിറകെ വരുമെന്നാണ്. അടുത്ത വാക്കുകൾ, നിന്റെ ഈ ലജ്ജയില്ലായ്മണ്ടല്ലോ അള്ളാഹു കാണുന്നുണ്ട്. അതിന്റെ രണ്ട് മലക്കുകൾ, വലതും ഇടതും ഇരിക്കുന്ന രണ്ട് മലക്കുകൾ ഇതെല്ലാം കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ടും തെറ്റ് ചെയ്യാനുള്ള നിന്റെ ഈ ലജ്ജയില്ലായ്മണ്ടല്ലോ. നീ പ്രവർത്തിക്കുന്ന ആ തെറ്റിനേക്കാൾ ഗൗരവമാണ് നിന്റെ വലതും ഇടതും ഇരിക്കുന്ന ആ മലക്കുകൾ. അത് എഴുതുന്നുണ്ട്, രേഖപ്പെടുത്തുന്നുണ്ട്, അറിയുന്നുണ്ട് എന്ന നിന്റെ ആ ലജ്ജയില്ലായ്മ ആ ചെയ്യുന്ന തെറ്റിനേക്കാൾ ഗുരുതരമാണ് എന്നാണ്. പിന്നെ പറയുന്നു, വല്ലാഹികുക, നിന്റെ ഈ ചിരിയുണ്ടല്ലോ, തെറ്റ് ചെയ്യുമ്പോൾ അല്ലാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പന ധിക്കരിച്ചുകൊണ്ട് നീ പ്രവർത്തിക്കുന്ന ആ തെറ്റ് ചെയ്യുമ്പോൾ നീക്കുണ്ടാകുന്ന ചിരിയുണ്ടല്ലോ, വഅൻത ലാ തദ്രി മല്ലാഹു സാനിഉൻ ബിക, ആ ചിരി കൊണ്ട് അല്ലാഹു എന്താണ് നിന്നെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് നിനക്കറിയില്ല. അത് അഅളമു മിനദ്ദംബി, അത് ആ ചിരി, ആ തെറ്റ് ചെയ്യുമ്പോൾ നിന്റെ ചിരിയുണ്ടല്ലോ, ആ ചിരി ആ തെറ്റിനേക്കാൾ ഗൗരവമുള്ളതാണ്. വഫറഹുക ബിദ്ദംബി, നിന്റെ ആ സന്തോഷമുണ്ടല്ലോ, ഒരു തെറ്റ് ചെയ്യുമ്പോൾ ഒരാൾക്ക് കിട്ടുന്ന ആനന്ദവും സന്തോഷവും, അവൻ പ്രകടിപ്പിക്കുന്ന സന്തോഷമുണ്ടല്ലോ, അത് ചെയ്യുന്ന തെറ്റിനേക്കാൾ ഗുരുതരമാണ്. അതേപോലെ വഹുസ്നുക, നിന്റെ ദുഃഖം, നിന്റെ സങ്കടം, അലദ്ദംബി ഇദാ ഫാത, ഒരു തെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു, എല്ലാം സെറ്റപ്പാക്കി വെച്ചു, ചില കാരണങ്ങളാൽ അത് ചെയ്യാൻ പറ്റാണ്ട് പോയപ്പോണ്ടാകുന്നൊരു സങ്കടം, ഒക്കെ സെറ്റാക്കി വെച്ചതാണ്, പക്ഷെ ചെറിയൊരു പ്രശ്നം കാരണം എന്ത് ചെയ്തു, അതൊന്നും നടന്നില്ല. അപ്പൊ ഭയങ്കര വിഷമം. തെറ്റ് ചെയ്യാൻ പറ്റാത്തതിന് സങ്കടം. ആ സങ്കടമുണ്ടല്ലോ, ആ സങ്കടം അത് വഹുസ്നുക അലാ ദംബി ഇദാ ഫാതക അഅളമു മിനദ്ദംബി, അത് ആ തെറ്റിനേക്കാൾ ഗൗരവമുള്ളതാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് ഇതൊക്കെ വളരെ, ഒരു തെറ്റ് ചെയ്യുമ്പോൾ ആ വിരി, ആ ഡോറിൽ ഒരാൾ മുട്ടുമ്പോ ആ വിരിയൊന്ന് മാറുമ്പോൾ ആരോ പരിചയമുള്ള ഒരാൾ ഇവിടെ ഉണ്ടല്ലോ എന്നറിയുമ്പോഴുള്ള പേടിണ്ടല്ലോ, ആ പേടി, ഇതെല്ലാം അല്ലാഹു കാണുന്നുണ്ട് എന്നുള്ള ആ അറിഞ്ഞിട്ടും ചെയ്യുന്നതിനേക്കാൾ ആ ലജ്ജയില്ലായ്മല്ലോ, അതാണ് അതിനേക്കാൾ ഗൗരവമുള്ളത്. ഇപ്പൊ മടച്ചവനെ തീരെ പേടില്ല, അള്ളാഹു കാണുന്നുണ്ട്, അറിയുന്നുണ്ട് എന്നതിലൊരു പേടിയില്ല. പക്ഷേ ആ വിരി ആരെങ്കിലും ഒന്ന് നീക്കിയാൽ, ആ ഡോർ ആരെങ്കിലും മുട്ടി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇവിടെ പരിചയമുള്ള ആരോ ഇവിടെ ഉണ്ടല്ലോ എന്ന് അറിയുമ്പോഴുണ്ടാകുന്ന ഒരു പേടിയുണ്ട്. ആ പേടിയേക്കാൾ ഗൗരവമുള്ളതാണ്. അള്ളാഹു ഇത് അറിയുന്നുണ്ട്, കാണുന്നുണ്ട് എന്നറിഞ്ഞിട്ടും ആ പാപം ചെയ്യാനുള്ള ആ തൻ്റെ ഇടണ്ടല്ലോ, അത് അതിനേക്കാൾ ഗൗരവമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, പാപങ്ങൾ അതെത്ര ചെറുതാണെങ്കിലും നിസ്സാരമാണെങ്കിലും അതിനെ വളരെ സീരിയസ് ആയിട്ട് കാണുക. പാപങ്ങൾ സംഭവിച്ചു പോയി തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടാൽ ഉടനെ സഹോദരങ്ങളെ അതിൽ നിന്ന് പശ്ചാത്തപിച്ചു മടങ്ങുക. അതിനൊന്നും ചില കാര്യങ്ങൾ തെറ്റ് സംഭവിച്ചു പോയാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയണമെന്നാണ്. അതായത് അബൂ ദർ റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എനിക്കൊരു വസിയത്ത് തരാൻ ഞാൻ ആവശ്യപ്പെട്ടു നബിയോട്, നീ തെറ്റ് ചെയ്താൽ അതിനെ തുടർന്ന് നന്മ ചെയ്യുക എന്ന് പറഞ്ഞു.
ഒരു തെറ്റ് ചെയ്താൽ എന്ത് ചെയ്യാ? ഉടനെ ഒരു നന്മ പ്രവർത്തിക്കുക. തെറ്റാണെന്ന് മനസ്സിലായി, പൊറുക്കലിനെ ചോദിച്ചു, ഉടനെ ഒരു നന്മ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ അദ്ദേഹം ചോദിക്കാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് നന്മയിൽ പെട്ടതാണോ എന്ന് അവിടുന്ന് ചോദിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അത് നന്മകളിൽ ഏറ്റവും ഉത്തമമായതാണ് എന്ന്. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ധാരാളമായി അധികരിപ്പിക്കുക. തെറ്റുകൾ സംഭവിക്കുമ്പോൾ നന്മകൾ ഏതുമാകട്ടെ ധാരാളം നന്മകൾ ചെയ്യാൻ ശ്രമിക്കുക. ഏറ്റവും ചീപ്പായ, ഏറ്റവും വില കുറഞ്ഞ, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ചെയ്യാൻ പറ്റിയ മുടക്കില്ലാത്ത ഒരു നന്മയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ആത്മാർത്ഥമായിട്ട് പറയുക എന്ന്. അതേപോലെ തന്നെ സഹോദരങ്ങളെ, തൗഹീദ് എന്നത് ഭയങ്കര ഏറ്റവും പ്രധാനപ്പെട്ട മഹത്തരമായ കാര്യമാണ്. അതിൽ നിന്ന് ഒരളവോളം, ഒരണുവോളം അത് പാപങ്ങളുടെയും തിന്മകളുടെയും പർവ്വതങ്ങളുടെ മേൽ വെച്ചാൽ പോലും അവയെല്ലാം നന്മകളായി മാറുമെന്ന് ഇബ്നു റജബ് റഹിമഹുല്ലാഹ് പറഞ്ഞതായിട്ട് കാണാം. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് 100 തവണ ചെല്ലുന്ന അതിന്റെ പ്രതിഫലമൊക്കെ ഹദീസിൽ വന്നത് കണ്ടാൽ മനസ്സിലാവും അത്രത്തോളം പ്രധാനമുള്ളതാണ്. അതേപോലെ തന്നെ നമസ്കാരത്തിന് ശേഷമുള്ള സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ 33 പ്രാവശ്യവും ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നത് 100ാമത്തെ ഒറ്റ പ്രാവശ്യം ചെയ്ത് 100 ഉണ്ടല്ലോ, അത് നമ്മൾ കൃത്യമായിട്ട് ആത്മാർത്ഥമായി ചൊല്ലുക. അതേപോലെ തന്നെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നത് രാവിലെയും വൈകുന്നേരവും 100 പ്രാവശ്യം ചെല്ലുക. മുസ്ലിമുകൾ പരസ്പരം കാണുമ്പോൾ ആ കൈ കൊടുത്ത് ഉണ്ടല്ലോ, സലാം ചൊല്ലിക്കഴിഞ്ഞ കൈ കൊടുത്ത് നിൽക്കുന്ന ആ സന്ദർഭം, അതിൽ ആരെ കൈ വലിക്കുന്നത് വരെ എന്നാണ്, ആ കൈ പിരിയുന്നത് വരെ അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കപ്പെട്ടുകൊണ്ടേയിരിക്കുമെന്നാണ്. അപ്പൊ അതുകൊണ്ട് സലാം ചെല്ലുന്നതിനപ്പുറം കൈ പിടിച്ച് മുസാഫഹ നടത്തുക എന്നത് വളരെ പുണ്യമുള്ള കാര്യമാണ് എന്ന് നമുക്ക് ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. അതേപോലെ തന്നെ പൂർണ്ണമായി ഒതെടുക്കും ആത്മാർത്ഥമായി ചൊതുവിന്റെ അവയവങ്ങളൊക്കെ കഴുകി ആത്മാർത്ഥമായി ചൊതുവെടുത്ത് കഴിഞ്ഞാൽ ഒതുവിന്റെ അവയവങ്ങൾ സംഭവിച്ച പാപങ്ങൾ മുഴുവൻ പുറത്തു പോകുമെന്നാണ്. അത് വിശദമായ ഹദീസാണ്. കൺപോളകള് അങ്ങനെ എല്ലാം ഓരോ അവയവങ്ങൾ, ഓരോ ഭാഗങ്ങൾ പറഞ്ഞുകൊണ്ടാണ്, വളരെ സുദീർഘമായ ഹദീസാണ്. അപ്പൊ ആത്മാർത്ഥമായിട്ട് പാപങ്ങൾ പുറത്തു കിട്ടാൻ വേണ്ടി മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ട് തന്നെ നമ്മൾ വുദുഎടുക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കാൻ ശ്രദ്ധിക്കുക. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയാണ്, ഒരാൾ പൂർണ്ണമായി വുദുഎടുത്ത് പിന്നീട് ഫർള് നമസ്കരിക്കാൻ വേണ്ടി നടന്നു പോവുകയും ജനങ്ങളുടെ കൂടെ നമസ്കരിക്കുകയും ചെയ്താൽ അവന്റെ പാപങ്ങൾ മുഴുവൻ അല്ലാഹു പുറത്തു കൊടുക്കുമെന്നാണ്. അതുകൊണ്ട് പാപങ്ങളെ ഗൗരവമായി കാണുകയും പാപമോചനത്തിനുള്ള എല്ലാ മാർഗങ്ങളും ആത്മാർത്ഥതയോടെ പരമാവധി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക. അല്ലാഹു നമ്മുടെ ചെറുതും വലുതുമായ സകല പാപങ്ങളെയും പുറത്ത് അല്ലാഹുവിന്റെ ഏറ്റവും ഉന്നതമായ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് മത്സരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. താബി വര്യനായ മുഹമ്മദ് ബിൻ മുൻകദിർ റഹിമഹുല്ലാഹ് മരണാസന്നനായി കിടക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം ഇങ്ങനെ കരയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ മകൻ വാപ്പാനോട് ചോദിക്കണം, എന്തിനാണ് വാപ്പ നിങ്ങൾ കരയുന്നത്? അറിഞ്ഞുകൊണ്ടൊരു പാപവും നിങ്ങൾ ചെയ്യണതായിട്ട് ഞാൻ കണ്ടിട്ടില്ല, പിന്നെ എന്തിനാണ് നിങ്ങൾ കരഞ്ഞു ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, അറിഞ്ഞുകൊണ്ട് ഞാനൊരു പാപവും ചെയ്തിട്ടില്ല, മറിച്ച് നിസ്സാരം എന്ന് ഞാൻ വിചാരിച്ച് ചെയ്ത കാര്യങ്ങള് എന്റെ റബ്ബിന്റെ അടുത്തെത്തും അതൊക്കെ ഗൗരവമുള്ളതായേക്കുമോ എന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ കരയുന്നത്. സഹോദരങ്ങളെ, മുൻഗാമികള് എത്രത്തോളം ഗൗരവമായിട്ടാണ് ജീവിച്ചിരുന്നത്, ഈ ജീവിതത്തെ കണ്ടിരുന്നത്, തെറ്റുകൾ സംഭവിച്ചു പോകുന്നതിന് എത്ര സീരിയസ് ആയിട്ടാണ് അവർ കണ്ടിരുന്നത് എന്നാണ് ഈ സംഭവത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് നമ്മളെ വല്ലാതെ ചിന്തിപ്പിക്കേണ്ടതാണ്. അത് ചെറുതല്ലേ, നിസ്സാരമല്ലേ, ഒക്കെ പഠിച്ചോ പുറത്തു തരൂലേ എന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ട്, അറിഞ്ഞുകൊണ്ടല്ല പുറത്തു തരൂലേ, ഇതൊക്കെ ചെറുതല്ലേ എന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ട് പോലും അങ്ങനെ ചെയ്യരുത്. കാരണം അവര് പോകേണ്ട സ്വർഗത്തിലേക്കാണ് നമുക്കും പോകാനുള്ളത്. അതുകൊണ്ട് ഇതൊരു മത്സരമാണ്. സ്വർഗത്തിലേക്കും വിശാല ആകാശ ഭൂമികളോളം വിശാലമായ സ്വർഗത്തിലേക്കും നിങ്ങൾ രക്ഷിതാവിങ്കിൽ നിന്നുള്ള പാപമോചനത്തിലേക്കും നിങ്ങൾ മത്സരിച്ച് മുന്നേറുക എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ബെഞ്ച് മാർക്കായിട്ട് കാണേണ്ട ആളുകൾ നമുക്ക് ചുറ്റും ജീവിക്കുന്നവരല്ല, നമ്മളെ മുൻഗാമികളാണ്. അവർ സെറ്റ് ചെയ്ത ബെഞ്ച് മാർക്കാണ് നമ്മൾ നോക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് പാപങ്ങളും പേറി ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞിട്ട് പിന്നെ പരലോകത്ത് മരണത്തോട് തുടങ്ങുന്ന ജീവിതത്തിൽ മുഴുവൻ പ്രയാസങ്ങളായിരിക്കും.
അള്ളാഹുവിന്റെ കാരുണ്യം കിട്ടി സ്വർഗത്തിൽ എത്തുന്നത് വരെ പിന്നെ നരകയാതനകളായിരിക്കും. കബറുന്നു അവിടുന്ന് അങ്ങോട്ട് വിചാരണ സന്ദർഭത്തിലും അവസാനം പിന്നെ നരകത്തിലും അവസാനം സ്വർഗത്തിലേക്ക് എത്തുന്നവരാകാനല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആ മരണത്തോടുകൂടി മലക്കുകൾ ഇറങ്ങിയിട്ട് ആശ്വാസത്തിന്റെ വാക്കുകൾ പറയുന്ന ആ എന്താണ് ഒരു പൂജയിൽ നിന്ന് വെള്ളമൊഴിക്കുന്നത് പോലെ റൂഹ് പിടിച്ചെടുത്ത് പിന്നെ അവിടുന്ന് അങ്ങോട്ട് കംപ്ലീറ്റ് എന്താണ് ഒരു പ്രയാസരഹിതമായ ജീവിതമാണ് നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത്. പാപങ്ങൾ മുഴുവൻ പേറി ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞിട്ട് പിന്നെ ഓരോ നിമിഷവും പ്രയാസകരമാകുന്ന ഒരു ജീവിതത്തിലേക്കല്ല നമ്മൾ പോകേണ്ടത്. അതല്ല നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത്. പാപങ്ങൾ പേറി പരലോകത്ത് വരുന്നവരുടെ അലമുറകളും കരച്ചിലുകളും എന്താണ് ഞങ്ങൾക്ക് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ അലറി വിളിച്ചുകൊണ്ട് പറയുന്ന ഒട്ടേറെ സീനുകൾ വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും. സ്വർഗാവകാശികൾ നരകാവകാശികളോട് ചോദിക്കാണ്, നരകത്തെ കാക്കുന്ന മലക്ക് നരകാവകാശികളോട് ചോദിക്കാണ്, എന്തേ നിങ്ങൾ ഇവിടെ വന്നത്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ എത്തിപ്പെട്ടത്? എങ്ങനെ പലതരത്തിലുള്ള സംഭാഷണങ്ങൾ ഖുർആനിൽ കാണാൻ സാധിക്കും. ഇതൊന്നും സംഭവിച്ചതല്ല, ഇതൊക്കെ സംഭവിക്കാനിരിക്കുന്ന സംഭാഷണങ്ങളാണ്, സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളാണ്. എന്തേ നിങ്ങൾ നരകത്തിൽ വരാൻ കാരണം? നിങ്ങൾക്ക് ഒരു നബി വന്നിട്ടില്ലായിരുന്നോ? അപ്പൊ അവരെ മറുപടി ഉണ്ട്, ഞങ്ങൾക്ക് ഇത് വരാൻ കാരണം എന്താണ്? ഞങ്ങൾ വിചാരണയെ പ്രതീക്ഷിച്ചില്ല, ഞങ്ങളൊരു വിചാരണ ഉണ്ടാവുന്ന വിചിത്ര സീരിയസ് ആയിട്ട് ഞങ്ങൾ എടുത്തില്ല, അതേപോലെ ഞങ്ങൾ നമസ്കരിക്കുന്നവരായില്ല. അങ്ങനെ ഓരോരോ കാരണങ്ങൾ നരകത്തിൽ പതിക്കാൻ എന്താണ് കാരണങ്ങളെന്ന് അവർ വ്യക്തമാക്കുന്ന ഒട്ടനവധി സംഭാഷണങ്ങൾ, നടന്നിട്ടില്ലാത്ത സംഭാഷണങ്ങൾ, നടക്കാനിരിക്കുന്ന സംഭാഷണങ്ങൾ, നടക്കുന്നതിന്റെ മുമ്പ് തന്നെ ഇത്ര വ്യക്തമായി അള്ളാഹു നമുക്ക് അറിയിച്ചു തന്നത് അള്ളാഹുവിന് നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണ്, കാരുണ്യം കൊണ്ടാണ്. അതുകൊണ്ട് അതൊക്കെ മനസ്സിലാക്കിയിട്ട് ആ നരകത്തിൽ എത്തിപ്പെടാതിരിക്കാനുള്ള ജാഗ്രത നമ്മുടെ ജീവിതത്തിൽ കൈവരിക്കണം. കാരണം ഇവിടെ എന്തൊക്കെ നമ്മൾ നേടിയാലും, എന്തൊക്കെ ഈ ദുനിയാവിൽ എന്തെല്ലാം ആസ്വാദനങ്ങളും വിഭവങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ നേടി സഹോദരങ്ങളെ. പരമാവധി 40-50 കൊല്ലേ അത് ആസ്വദിക്കാൻ പറ്റുള്ളൂ. എന്നാൽ ഈ മരണത്തോടു കൂടി അവസാനിക്കുന്ന ഈ ജീവിതത്തിന് ശേഷം പിന്നെ മരണമില്ലാത്തൊരു ജീവിതത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ നഷ്ടമാണെങ്കിൽ ഇവിടെ എന്ത് നേടിയാലും അത് ലാഭമാകൂല സഹോദരങ്ങളെ. ഇവിടെ എന്തൊക്കെ നഷ്ടപ്പെട്ടാലും അവിടെ ആ ജീവിതം നമുക്ക് ആനന്ദകരമാക്കാൻ പറ്റിയാൽ ഇതൊന്നും ഒരു നഷ്ടമായി തോന്നുകയില്ല. അതുകൊണ്ട് ആ പരലോക ജീവിതത്തിന് വേണ്ടിയാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്ന ബോധമാണ്, ആ ബോധമാണ് തഖ്വയിൽ അധിഷ്ഠിതമായി അല്ലാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പന അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് ഊർജം നൽകേണ്ടത് ആ ചിന്തയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുക. അതിനുവേണ്ടി അള്ളാഹുവിനോട് ആ തൗഫീഖിന് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുക. അള്ളാഹു നമ്മെ ജന്നാത്തുൽ ഫിർദൗസിൽ, അവന്റെ ജന്നാത്തുൽ ഫിർദൗസിലേക്കും മഗ്ഫിറത്തിലേക്കും വേണ്ടി മത്സരിക്കുന്ന ആള്, ജീവിതം കൊണ്ട് ആ ഇസ്ലാമിനെ അടയാളപ്പെടുത്തുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ.